കേരള സ്റ്റോറി എന്ന പേരിൽ വീണ്ടും ഒരു ചിത്രം. ഇപ്പോൾ അതിൻ്റെ ടീസർ മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഫെബ്രുവരി 27-ാം തീയതി ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിലേറ്റവും രസകരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരാരും തന്നെ മലയാളികളല്ല എന്നുള്ളതാണ്. ഊരും പേരും ഇല്ലാത്ത ഏതൊക്കെയോ ഉത്തരേന്ത്യൻ ഗോസായിമാർ. മുൻപുള്ള 2023 പുറത്തിറങ്ങിയ കേരള സ്റ്റോറി ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ഒരു പ്രോപ്പഗണ്ട ചിത്രമെന്ന് അതിനെ പല ആളുകളും വിളിച്ചിരുന്നു. അത് ശരിവെക്കുന്നതാണ് അതിന് ലഭിച്ച 2 ദേശീയ പുരസ്കാരങ്ങൾ. ഇപ്പോൾ ഇത്തരം ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരം ഒക്കെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിഡൻ അജണ്ട നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇതിലേറ്റവും അത്ഭുതകരമായൊരു സംഗതി എന്ന് പറയുന്നത്, ഈ സിനിമ കേരളത്തെ കുറിച്ച് മോശമായൊരു പ്രതിച്ഛായ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പിറന്ന നാടിനെക്കുറിച്ച് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഒക്കെ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുമ്പോൾ ഭാഷയോട് പ്രത്യേകിച്ചൊരു സ്നേഹം അതേത് മനുഷ്യർക്കും ഉണ്ടാവും. പിറന്ന നാടിന് പ്രത്യേക ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഊരും പേരുമില്ലാത്ത ആളുകൾ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോൾ അതിൽ ആത്മനിർവൃതി അടയുന്ന ഒരു വിഭാഗം ആളുകൾ, കേരളത്തിലെ 30,000-ത്തിലധികം പെൺകുട്ടികൾ തീവ്രവാദികളോടൊപ്പം നാടുവിട്ട് പോയി എന്ന് പറയുമ്പോൾ അതിവിടുത്തെ ഓരോ പുരുഷന്മാർക്കും നാണക്കേടാണ്. തീവ്രവാദികൾ വന്ന് കയ്യും കാലും കാണിക്കുമ്പോൾ കൂടെ ഇറങ്ങിപ്പോകുന്നവരാണ് കേരളത്തിലെ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ഓരോ മനുഷ്യർക്കും അപമാനമാണ്. പക്ഷെ വിവരമില്ലാത്ത കുറച്ചാളുകൾ സ്വന്തം അമ്മയെ പരിഹസിക്കുമ്പോൾ ആ പരിഹസിക്കുന്നതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൈയടിക്കുന്ന ഒരു മാനസികാവസ്ഥ. അത്തരം ആളുകൾ ഒരു അതിന്യൂനപക്ഷം ഒരു വിഭാഗം കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. മിക്കവാറും ഫേക്ക് ഐ ഡി ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഫൈൽ ലോക്ക്ഡ് ആയിരിക്കും. യഥാർത്ഥ പേരും ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും വരില്ല. അപ്പോൾ അവരൊന്നും ആലോചിച്ച് നോക്കി, തങ്ങളുടെ സഹോദരിമാർ തീവ്രവാദികൾ വന്ന് കയ്യും കണ്ണും കാണിക്കുമ്പോൾ കൂടെ ഇറങ്ങിപ്പോകുന്നവരാണെന്ന് പറയുമ്പോൾ എത്രമാത്രം അപമാനകരമാണ്. നമ്മുടെ സംസ്ഥാനത്തല്ലേ നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അല്ലേ, നമ്മുടെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും തെരുവിലിട്ടിങ്ങനെ വലിച്ചിഴക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരുടെ മാനസിക നില എന്തായിരിക്കും, അതാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. അവർക്ക് എങ്ങനെയാണ് അതിൽ ആനന്ദം കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത്? സത്യത്തിൽ നമ്മുടെ ചുവന്നതിൽ റെഡ് സ്ട്രീറ്റിൽ മുംബൈയിലെ അവിടെ ഈ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, പിമ്പുകൾ അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പുകാർ, അവർക്ക് ഇതിനേക്കാൾ അന്തസ്സുണ്ടെന്ന് പറയേണ്ടി വരും. സ്വന്തം സഹോദരിമാരെ ഇങ്ങനെ സമൂഹമധ്യത്തിൽ ആക്ഷേപിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മാനസിക രോഗികൾ, ലൈംഗിക വൈകൃതമുള്ളവരാളുകൾ. ഇതും ഒരു ലൈംഗിക വൈകൃതത്തിൻ്റെ പരിധിയിൽ പെടുത്തേണ്ട ഒന്നാണ്. അതിനെപ്പറ്റി സൈക്കോളജിസ്റ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അല്ലേ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ പഠിക്കേണ്ട ഒരു മേഖലയാണത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവരെ എന്താണ് അതിന് മോട്ടീവ്, അവർക്ക് എന്ത് മോട്ടീവാണ് ഇത്തരം
ചിന്താഗതിയിലേക്ക് അവരെ നയിക്കുന്ന എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിറന്ന നാടിനെ സ്നേഹിക്കുക എന്നുള്ളത്, ചേർത്ത് പിടിക്കുക എന്നുള്ളത്, സ്വന്തം ഭാഷയെ, അതൊക്കെ ലോകത്തെ ഏത് മനുഷ്യർക്കും സ്വാഭാവികമായി കിട്ടുന്നൊരു സവിശേഷമായൊരു ഗുണമാണ്. ഒരുപക്ഷെ മറ്റു ഭാഷകൾ, ഇനിയിപ്പോൾ ഇത് തമിഴിലാണെങ്കിൽ ഒരിക്കലും എല്ലാ വൈജാത്യങ്ങളും മറന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ എല്ലാ ആളുകളും, ഒരാൾ പോലും അവിടെ തമിഴ്നാട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ ഇത്തരം അക്രമത്തിന് കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ്. ഭാഷയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് തമിഴ്നാട്, തമിഴർ എന്ന് പറയുന്നത്. ലോകത്ത് എവിടെ ചെന്നാലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയായിട്ട് അവർ നിലനിൽക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നേരെ മറിച്ച് മലയാളത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും നെഗറ്റീവാണ്. കേരളം വളരുന്നു എന്ന് പറയുമ്പോൾ പ്രയാസമാണ്. നമ്മുടെ നാട്ടിൽ പുരോഗതി വരുന്നു എന്ന് പറയുമ്പോൾ, വികസനം വരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ കണ്ട് പ്രയാസപ്പെടുകയാണ്. എന്താണ് അതിൻ്റെ അവരുടെ മാനസികാവസ്ഥ എന്നാണ് മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് കേരളത്തെ ഇങ്ങനെ എഴുത്തുമ്പോൾ അതിലവർക്ക് ആനന്ദം കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത്. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാനാവുമ്പോൾ, അല്ല സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടക്കാനാവുമ്പോൾ, കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാൻ തുടങ്ങുമ്പോൾ, കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി, അപ്പോൾ അവനക്ക് തോന്നും അച്ഛനും അമ്മയൊക്കെ തൻ്റെ സ്റ്റാറ്റസിന് പോരാ. അങ്ങനെ ചില ആളുകളുണ്ട്. വേറെ ചില ആളുകളുണ്ട്, ഗൾഫിലൊക്കെ പോയി വെളുത്തു കൊടുത്ത റഷ്യൻ സുന്ദരികളെയും ഫിലിപ്പിനോകളെയും ഇന്തോനേഷ്യൻ സുന്ദരികളെ കണ്ട് നാട്ടിൽ തിരിച്ചു വരുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ എന്ന് തോന്നുന്ന ആളുകളുണ്ട്. വിദേശത്തൊക്കെ പോയി കുറച്ച് പൈസ ആയിട്ട് വരുമ്പോൾ സ്വന്തം നാടിനോട് പുച്ഛം. ഇവിടെ എല്ലാം പ്രശ്നമാണ്. ദുബായ് നോക്കൂ, യൂറോപ്പ് നോക്കൂ, ഈ നാടൊരിക്കലും നന്നാവില്ല. ഇങ്ങനെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകൾ, ആ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് കൂടിക്കൂടിയാണ് ഇത്തരം മാനസിക വൈകൃതത്തിലേക്ക് പോകുന്ന ആളുകൾ. എന്തിനും നെഗറ്റീവ് കണ്ടെത്തുക. സ്വന്തം അമ്മ മോശമാണ്, അയൽക്കാരൻ്റെ അമ്മ വളരെ നല്ലതാണ്. സ്വന്തം അമ്മയ്ക്കില്ലാത്ത കുറ്റമില്ല, അവൻ്റെ അമ്മയെ നോക്കൂ. ഈ മനോഭാവം മാറാത്തിടത്തോളം നമ്മുടെ നാട് രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറുക എന്നുള്ളതാണ്. അങ്ങനെ മാറുകയാണെങ്കിൽ ഇത്തരം ചിത്രങ്ങളുമായിട്ട് ആർക്കും നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു സിനിമ കൊണ്ട് എന്താണ് നേട്ടം? നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഹിന്ദു സമൂഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ആ സിനിമ എടുക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവും. അതിനപ്പുറം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിച്ഛായ മോശമാകും സമൂഹ മധ്യത്തിൽ, അല്ലേ? അതുവഴി ടൂറിസം മേഖലയിലും വ്യവസായിക മേഖലയിലുമൊക്കെ നമ്മൾ പിന്നോക്കം പോകാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ടൂറിസം മേഖലയിലൊക്കെ വളരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തര ടൂറിസം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. 28ാം സ്ഥാനത്തുണ്ടായിരുന്ന നമ്മുടെ വ്യാവസായിക റേറ്റിംഗ്, വ്യാവസായിക സൗഹൃദ സംസ്ഥാനം എന്ന രീതിയിൽ നിന്ന് 1ാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലും സംസ്ഥാനം പുരോഗതി പ്രാപിക്കുമ്പോൾ ഇത്തരം സിനിമകൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൽ എന്ത് നേട്ടമുണ്ടാകാൻ പോകും? അപ്പോൾ ഇതിനൊക്കെ പിന്തുണക്കുന്ന ആളുകൾ ദയവായി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തേടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല അവരോട്. വളരെ വിനയത്തോടുകൂടി അത്രമാത്രം പറയാനുള്ളൂ. ഇനി
സംഘി എന്ന് പറഞ്ഞാലും ശരി, സുഡാപ്പി എന്ന് പറഞ്ഞാലും ശരി, ഈ ക്രിസംഗി എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും തീർച്ചയായും നിങ്ങളുടെ മാനസിക നില ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്.